ജനാധിപത്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുന്ന, രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ഭാവിയെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ രാഹുൽ ഗാന്ധി എന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് നടത്തിയിട്ട് 2 ദിവസമാകുന്നു. എന്നിട്ടും രാജ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ മേലധികാരിയായ തെരഞ്ഞെടുപ്പ് കമ്മീഷന് എന്തെങ്കിലും കുലുക്കമുണ്ടോ എന്ന് നോക്കൂ. രാഹുൽ ഗാന്ധിയെ അപഹസിക്കാനല്ലാതെ ഔദ്യോഗികമായി ഒരു പ്രതികരണം പോലും നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പറ്റിയിട്ടില്ല. രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയ തെറ്റുകൾ വോട്ടർ പട്ടികയിൽ ഉള്ളത് കണ്ടെത്താതെ കോൺഗ്രസിന്റെ ബൂത്ത് ഏജന്റിന് എന്തായിരുന്നു ജോലി എന്ന് ചോദിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമയം കണ്ടെത്തിയത്. തെറ്റ് കണ്ടെത്തേണ്ടത് തങ്ങളാണ് എന്ന ബോധം പോലും ഇല്ലാത്തതാണോ കമ്മീഷനെ കൊണ്ട് ഇങ്ങനെ ചോദിപ്പിച്ചത് എന്ന് ചിന്തിക്കേണ്ടി വരും. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളിൽ പറഞ്ഞ വ്യാജ വോട്ടർമാരെ കുറിച്ചുള്ള ആരോപണത്തിന് ഒറിജിനൽ വോട്ടർമാരെന്ന തരത്തിൽ ചിലർ രംഗത്ത് വരുന്നുണ്ട്. ഇതെല്ലാം BJPയെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും വെളുപ്പിക്കാൻ ഇറങ്ങിയവരാണ് എന്ന് കോൺഗ്രസും ആരോപിക്കുന്നു. ബുധനാഴ്ച രാഹുൽ ഗാന്ധി നടത്തിയ ഹൈഡ്രജൻ ബോംബ് വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ച പ്രധാന ആരോപണം 22 കള്ളവോട്ടുകളെ കുറിച്ചായിരുന്നു. ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം ഉപയോഗിച്ച് ഹരിയാനയിൽ 2024 തെരഞ്ഞെടുപ്പിൽ 22 പേരെ വോട്ടർ പട്ടികയിൽ ചേർത്തുവെന്നായിരുന്നു ആരോപണം. ഒരേ ഫോട്ടോ, 22 പേരുകൾ. എന്ത് വിചിത്രമാണ് എന്ന് നോക്കൂ. സാധാരണക്കാരായ നമുക്ക് പോലും ഇത് അസാധാരണമായും അജ്ഞാതമായും തോന്നുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതിൽ ഒരു അസ്വാഭാവികതയും തോന്നുന്നില്ല. അവരുടെ കാഴ്ചപ്പാടിൽ കോൺഗ്രസിന്റെ ബൂത്ത് ഏജന്റാണ് ഈ വോട്ടുകളൊക്കെ വെട്ടിക്കളയേണ്ടതത്രേ. വോട്ടർ പട്ടികയിലെ ഒരേപോലെയുള്ള ആവർത്തനങ്ങളൊക്കെ വെട്ടിക്കളയാൻ ഡ്യൂപ്ലിക്കേഷൻ എന്ന ഒരു സോഫ്റ്റ്വെയർ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്കലുണ്ട്. പക്ഷേ 3 വർഷമായി ആ സോഫ്റ്റ്വെയർ പൊടിപിടിച്ച് കിടക്കുകയാണ്. അതൊന്ന് ഉപയോഗിച്ചിട്ട് പോലുമില്ല. ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാൽ ബ്രസീലിയൻ മോഡലിന്റെ മുഖചിത്രമുള്ള സ്വീറ്റിയും പിങ്കിയും ഗുനിയയും വിമലയും സരസ്വതിയും എല്ലാം എന്നോ പട്ടികയിൽ നിന്ന് പുറത്തായിട്ടുണ്ടാകും. പക്ഷേ കോൺഗ്രസ് പറയുന്നത് പോലെ അങ്ങനെ ചെയ്താൽ തെരഞ്ഞെടുപ്പുകൾ ജയിക്കാൻ BJPക്കും ജയിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പറ്റാതെ വരുമല്ലോ. അതുകൊണ്ടായിരിക്കും ആ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാത്തത്. അതിനിടെ രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ച ആ 22 പേരിൽ 5 പേർ തങ്ങൾ യഥാർത്ഥ വോട്ടർമാരാണ് എന്ന് അവകാശപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. 2012 തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ചാണ് വോട്ട് ചെയ്തത് എന്നും ID കാർഡിന്റെ ശരിയായ ചിത്രമാണ് ഉള്ളത് എന്നുമാണ് കൂട്ടത്തിലെ സ്വീറ്റി എന്ന യുവതി പറയുന്നത്. പിങ്കി പറയുന്നത് ID കാർഡിലെ ഫോട്ടോ അടുത്ത മണ്ഡലത്തിലെ ഒരാളുടേതാണ് എന്നും മാറ്റാൻ അപേക്ഷ നൽകിയിട്ടുണ്ട് എന്നുമാണ്. മാറ്റി കിട്ടിയില്ലത്രേ. ഇങ്ങനെ 5 പേർക്കും പറയാൻ ഓരോ കാരണങ്ങളും ന്യായീകരണങ്ങളുമുണ്ട്. അപ്പോഴും ബ്രസീലിയൻ മോഡലിന്റെ ഫോട്ടോ എങ്ങനെ വന്നുവെന്ന് വിശദീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോലും പറ്റിയിട്ടില്ല. ഒറിജിനലാണ് എന്ന് സ്വയം പറഞ്ഞു വന്ന ഈ 5 പേർക്കും ചിത്രം മാറിയതിനെ കുറിച്ച് ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് BJPയെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും വിളിപ്പിക്കാൻ ഇറങ്ങിയവരാണ് ഇവരെന്ന് കോൺഗ്രസിന് പറയേണ്ടി വന്നത്. ഏതാനും പേരെ അണിനിരത്തി രാഹുൽ ഗാന്ധി പറഞ്ഞത് കള്ളമാണ് എന്ന് വാദിക്കാനാണ് ശ്രമമെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. ഒരേ വിലാസത്തിൽ 66 വോട്ടെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ച സ്ഥലത്ത് താമസിക്കുന്നത് കൂട്ടുകുടുംബമാണ് എന്നാണ് റിപ്പോർട്ട്. 10 ഏക്കറിൽ പല വീടുകളിലായാണ് ഇവർ കഴിയുന്നത് എന്ന് മാത്രം. അതുപോലെ തന്നെ ആ 22 പേരുകളിൽ ഒന്ന് മരിച്ചുപോയ ഒരാളുടേതാണ് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. വോട്ടർ പട്ടികയിലെ ഗുനിയ എന്നു പേരുള്ള വോട്ടറുടെ കുടുംബമാണ് ഗുനിയ മരിച്ചുപോയതായി പറയുന്നത്. 2022 ഗുനിയ മരിക്കുന്നത്. എന്നാൽ ഇപ്പോഴും ഗുനിയയുടെ പേര് പട്ടികയിലുണ്ട്. പക്ഷേ ഫോട്ടോ ബ്രസീലുകാരിയുടേതാണ് എന്ന് മാത്രം. വോട്ടർ പട്ടികയിൽ പേരുണ്ട് എന്നതും ചിത്രം വിദേശ വനിതയുടേതാണ് എന്നൊക്കെ പുതിയ വിവരമാണ് എന്നാണ് ഗുനിയയുടെ കുടുംബത്തിന്റെ പ്രതികരണം. എന്തുകൊണ്ടാണ് ഡ്യൂപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാത്തത് എന്ന് ചോദിച്ചാൽ അതിനുമുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ന്യായീകരണം. വീടുകൾ തോറുമുള്ള പരിശോധന നടക്കാത്തപ്പോൾ മാത്രമേ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുള്ളൂവെന്നും സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പ്രകാരം ഈ പ്രക്രിയ നടക്കുന്നുണ്ട് എന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി. ബീഹാറിൽ കഴിഞ്ഞ ദിവസം 1ാം ഘട്ട വോട്ടെടുപ്പ് നടന്നു. 1ാം ഘട്ട തെരഞ്ഞെടുപ്പിന് തൊട്ടു തലേ ദിവസമാണ് രാഹുൽ ഗാന്ധി വോട്ട് കൊള്ളയെക്കുറിച്ചുള്ള ഹൈഡ്രജൻ ബോംബ് പൊട്ടിച്ചത്. ഇത് ബീഹാർ തെരഞ്ഞെടുപ്പിലും പ്രകമ്പനങ്ങൾ ഉണ്ടാക്കുമെന്ന് പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു. ചരിത്രം തിരുത്തുന്ന റെക്കോർഡ് പോളിംഗ് ആണ് ബീഹാറിൽ 1ാം ഘട്ടത്തിൽ ഉണ്ടായത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 121 മണ്ഡലങ്ങളിലേക്ക് നടന്ന വോട്ടെടുപ്പിൽ 64.66% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഇത് ബീഹാറിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പറയുന്നു.
2020 ഒന്നാം ഘട്ട പോളിംഗ് 56.1% മാത്രമായിരുന്നു. അതായത് 8%-ലധികം പോളിംഗ് ഉയർന്നതായി കണക്കുകളിൽ നിന്ന് വ്യക്തം. 25 വർഷം മുൻപ് 2000-ൽ 62% രേഖപ്പെടുത്തിയതാണ് ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഇതിനു മുൻപത്തെ ഉയർന്ന പോളിംഗ് നിരക്ക്. അതേസമയം പോളിംഗ് ശതമാനം ഉയർന്നതിൽ അവകാശവാദം ഇരു മുന്നണികളും ഉന്നയിക്കുന്നുണ്ട്. പോളിംഗ് ശതമാനം ഉയർന്നത് തങ്ങൾക്ക് നേട്ടമാണ് എന്ന അവകാശവാദവുമായി NDAയും ഇന്ത്യ മുന്നണിയും ഒരുപോലെ രംഗത്തെത്തിയിട്ടുണ്ട്. NDA വൻ ലീഡാണ് ആദ്യഘട്ടത്തിൽ സ്വന്തമാക്കിയിരിക്കുന്നത് എന്നും രണ്ടാം ഘട്ടത്തിലും NDA തരംഗമായിരിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെട്ടു. അതേസമയം ബീഹാറിൽ സർക്കാർ രൂപീകരിക്കുമെന്ന് മഹാസഖ്യത്തിന് ആത്മവിശ്വാസമുണ്ട് എന്ന് കോൺഗ്രസും പറയുന്നു. രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം ബീഹാറിൽ വലിയ രീതിയിൽ ചലനമുണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഇന്ത്യ സഖ്യവും കോൺഗ്രസും ഉറച്ചു വിശ്വസിക്കുന്നത്. എന്നാൽ രാഹുലിന്റെ വാർത്താ സമ്മേളനം അനുകൂലമായോ പ്രതികൂലമായോ എന്ന് പോലും പ്രതികരിക്കാൻ ഇപ്പോഴും BJPക്ക് സാധിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. എന്തായാലും പെട്ടി പൊട്ടിക്കുന്നതുവരെ കാത്തിരിക്കുകയേ നിർവാഹമുള്ളൂ.